ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് ക്രിസ്മസ് ആയിട്ട് ആദ്യം ക്രിസ്മസ് ആശംസകൾ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ആയിട്ട് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കി വയ്ക്കാമല്ലോ. ഞാനുണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വളരെ ഈസിയാണ് കേട്ടോ. പറയാമെന്ന്. 1 കപ്പ് പച്ചരി, നമ്മളൊരു 4-5 പേർക്കുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എത്ര അളവ് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട. അപ്പോൾ 1 കപ്പ് പച്ചരി, 1 കപ്പ് തേങ്ങ അല്ലെങ്കിൽ നാളികേരം, പിന്നെ 1 കപ്പ് ചോറ്. ഇതാണ് വേണ്ട സാധനങ്ങൾ. ഇത് നന്നായി ഒരു ഇഡ്ഡലി പരുവത്തിൽ അരയ്ക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് പഞ്ചസാര ഉണ്ട് കേട്ടോ. ഒരു 5-6 സ്പൂണ് പഞ്ചസാര ചേർക്കണം. കുറച്ച് നല്ല മധുരം വേണം കേട്ടോ അത് കഴിക്കുമ്പോൾ. ഞാൻ ഒരു മധുര പ്രിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യുക. ആവശ്യത്തിന് നമുക്കത് നോക്കി മനസ്സിലാക്കാം. മാവൊന്ന് ടേസ്റ്റ് ചെയ്താൽ മധുരം പാകാക്കാം. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് പൊങ്ങാൻ വയ്ക്കുക. ഒരു 6-8 മണിക്കൂർ ആയിക്കോട്ടെ, തണുപ്പല്ലേ. അങ്ങനെ അത് കൂട്ടി വെച്ച് 8 മണിക്കൂർ രാവിലെ ആകുമ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ നല്ല ഭംഗിയുള്ള പാത്രം ഉണ്ടെങ്കിൽ ഭംഗിയുള്ള പാത്രം എടുത്തോളൂ. എന്നാലും ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന റൗണ്ട് പാത്രം ഉണ്ടാവുമല്ലോ. കിണ്ണായാലും മതി, പ്ലേറ്റ് ആയാലും മതി. പരന്ന പ്ലേറ്റ് പറ്റില്ല കേട്ടോ. കുറച്ച് കുഴിയുള്ള പാത്രം പോലത്തെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ അതേ രൂപത്തിലുള്ള വേറെ ഏതെങ്കിലും സ്റ്റീൽ പാത്രമായാലും മതി. അതിൽ നന്നായിട്ട് നെയ്യോ എണ്ണ എന്താണെങ്കിലും താടുക. അതിൽ ആ മാവ് ഒഴിച്ചതിന് ശേഷം ഒരു 3/4 ഭാഗം വേവാകുമ്പോഴേ നമ്മൾ പോർക്കൊണ്ട് കുത്തി വെക്കുക. അതിന് ശേഷം 3/4 ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ? അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് അലങ്കരിക്കുക. അലങ്കാരമൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടത്? അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു 3/4 ഭാഗമാകുമ്പോൾ വേണം. അല്ലാതെ മാവിൻ്റെ മുകളിലിട്ടിട്ട് കാര്യമില്ല കേട്ടോ. ഒരു 3/4 ഭാഗം വേവാകുമ്പോഴേ അത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ മാവിലിട്ട് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. 3/4 ഭാഗമാകുമ്പോൾ ഇത് അലങ്കരിച്ച് വയ്ക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് സമയം കൂടി ആവി കയറ്റിയെടുക്കുക. 15-20 മിനിറ്റ് മതി. അതിന് ശേഷം വാങ്ങി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കുക. ഭയങ്കര സ്വാദിഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അധികം ക്രിസ്മസിൻ്റെ സമയത്ത് തന്നെ ഉണ്ടാക്കും.